ഹലോ. കോളേജിൽ വെറുതെ ഇരുന്നപ്പം എന്തുകൊണ്ടൊരു വ്ളോഗ് എടുത്തുകൂടാ എന്നുള്ളൊരു ചിന്തയിൽ തുടങ്ങിയൊരു വ്ളോഗാണ് ഇത്. ഇതെവിടെ പോയി അവസാനിക്കും എന്നൊരു ഊഹമില്ലാതെ തുടങ്ങിയതാണ്. ഇത് കോളേജിൻ്റെ പരിസരമാണേ, നിറയെ ചെടികളും നല്ല ഗ്രീനറിയാണ് പുറത്തുനിന്ന് കാണാനായിട്ട്. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നേരെ ക്ലാസ്സിലോട്ട് വന്ന് എല്ലാവരുടെ പോയി എങ്ങനെയുണ്ട് MBA, എങ്ങനെയുണ്ട് കോളേജ് എന്ന് ചോദിച്ചു. അതേ ഇങ്ങനെയായിരുന്നു റെസ്പോൺസ്. അത് എന്താണ് താങ്കൾക്ക് MBA പറ്റി പറയാനുള്ളത്? ജീവിതത്തിലെ ഉയരങ്ങളിലോട്ട് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ കോഴ്സാണ്. മെന്റൽ സ്ട്രെസ്, ട്രോമ, വെയിറ്റ് ലോസ് ഇതെല്ലാം നിങ്ങൾ അതിന്റെ കൂടെ അനുഭവിക്കേണ്ടി വരും. അതെ എങ്കിൽ നിങ്ങൾ ആഫ്റ്റർ എഫക്ട്സ് മോർ ദാൻ എ ബ്രേക്ക്. സൺഡ്ര, എന്താണ് സൺഡ്രയ്ക്ക് പറയാനുള്ളത് MBA പറ്റി? വെയിറ്റ് ലോസ് ചെയ്യാനുള്ളവർ ഇങ്ങനെ ജോയിൻ ചെയ്യും. ഏറ്റവും നല്ല കോഴ്സാണ്. ആരതി, എന്താണ് ആരതി MBA പറ്റി പറയാനുള്ളത്? കൊള്ളാം, സൂപ്പർ, അത്ര വേറെ ഒന്നും പറയാനില്ല. പിന്നെ നിങ്ങൾക്ക് MBAക്ക് വന്നാൽ ഇതുപോലെ ക്ലാസ്സിൽ ക്യാരംസ് ഒക്കെ കളിക്കാം, ഇങ്ങനത്തെ അഡ്വാൻറ്റേജസ്. ഒരു കാര്യം കൂടെ, ആൾക്കാരുടെ ജീവിതത്തിൽ പ്രോബ്ലംസ് വേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. പ്രോബ്ലംസ് നമുക്ക് അവിടെ ഇരിക്കണ ഗെയിം കളിക്കാം, കണ്ടില്ലേ? ഇതൊക്കെയാണ് നമ്മള് നിങ്ങളോട് ചോദിക്കാം. ഗൗരി, എന്താണ് താങ്കൾക്ക് MBA പറ്റി പറയാനുള്ളത്? ജോയിൻ യെസ്. എന്താണ് നിങ്ങൾക്ക് ICM-നെ പറ്റി എന്താണ് പറയാനുള്ളത്? ഒന്നിനെ വിശ്വസിക്കാൻ ഇതിനെ പറ്റി പറഞ്ഞു. ഈ യൂട്യൂബിലെ വീഡിയോ ഇടുമ്പോൾ എങ്ങനെയാണ് ദിവസം കൂലിയാണോ മാസം ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സിന് പറയാനുള്ളത് കോളേജിനെ പറ്റിയും MBA പറ്റിയും എല്ലാം. ഇത് നമ്മുടെ കോളേജിൻ്റെ സെമിനാർ ഹാളാണ്. എപ്പോഴും ട്രെയിനിങ് പീരീഡ് നടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരും കയറാറില്ല. ഈ സ്പോട്ടാണ് എല്ലാവരും കൂടെ കൂടി ഡിസ്കഷൻ നടക്കുന്ന സ്പോട്ട്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളത് ഒരു റിവ്യൂ പ്രതീക്ഷിക്കണ്ട ICM-നെ കുറിച്ച്. നല്ല കാര്യം, പരിതാപകരമാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. വെരി ഗുഡ് ഡിസിഷൻ. ഹരിതാപവും എല്ലാം ഉണ്ട്, ഉണ്ട് എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ അത്ര പരിതാപകരമല്ല. അല്ല, കുഴപ്പമില്ല. നല്ല ക്ലാസ്മേറ്റ്സ് ആണ്, നല്ല ടീച്ചേഴ്സ് ആണ്, യാതൊരുവിധ പ്രശ്നങ്ങളും, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ്. സ്റ്റുഡൻറ് കോഡ് ഓഫ് കണ്ടക്ട് അങ്ങനത്തുള്ള നല്ല മൊറാലിറ്റി അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന നല്ല ടീച്ചേഴ്സ് ആണ്. എല്ലാവരും ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ്, ഫ്രണ്ട്ലി ആണ് എല്ലാവരും. അതുപോലെ തന്നെ ക്ലാസ് ഇരിക്കുമ്പോൾ ദരിദ്രവാസിയെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിക്കും. പക്ഷെ അതെല്ലാം ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബേസിസ് ആണ്. താങ്ക് യു. ഇപ്പൊ കേട്ടത് ഒരു കഠിനമായ രോദനമായിട്ടും കൂട്ടാം. എന്തെങ്കിലും സാമ്യം തോന്നിയാൽ തികച്ചും യാദൃശികം മാത്രം. അങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് അടുത്ത ദിവസം ഞങ്ങൾക്ക് സെമിനാറുള്ള കാര്യം എല്ലാവരും അറിഞ്ഞത്. ഓരോ സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന് എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ സ്വാതി അടിപൊളിയായിട്ട് സ്കോപ്പ് ഓഫ് ബിസിനസ് റിസർച്ച് തകർത്തുകൊണ്ടിരിക്കുന്നു. അല്ലേലും പണ്ടേ അങ്ങനെയാണല്ലോ, സെമിനാർ എടുത്ത് കൺക്ലൂഷനിലോട്ട് എത്തുമ്പം ഒരു സമാധാനമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ആ കൺക്ലൂഷൻ്റെ സമാധാനമാണ് ഇപ്പം സ്വാതിയുടെ മുഖത്തുള്ളത്. അങ്ങനെ പകുതി പേരുടെ സെമിനാർ ഇങ്ങനെ അങ്ങ് പോയി. ഇനിയും നമ്മുടെയൊക്കെ ബാക്കിയുണ്ട്. എന്നാലും അങ്ങനെ പിന്നെ കോളേജ് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നൊരു കാര്യം, പോകുന്നതാണ് എൻ്റെ പേഴ്സണൽ ഡ്രൈവർ. ഇതല്ല കേട്ടോ, ഇത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോയി. പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഹരിതാപവും പച്ചപ്പും ഒക്കെ കണ്ടപ്പം ചുമ്മാ ഒന്ന് ക്യാപ്ചർ ചെയ്തിരുന്നു. അങ്ങനെ 2-3 റാൻഡം ഡേ ഇങ്ങനെ കഴിഞ്ഞു പോയി. അപ്പം എൻ്റെ പേഴ്സണൽ ഡ്രൈവർ എന്നെ വീട്ടിലാക്കിയിട്ട് തിരിച്ചു പോകുന്നു. അവിടെ നിന്ന് ഞാൻ നേരെ പഠിപ്പിക്കാൻ പോയി. പിന്നെ അവിടെ നിന്നറിയാമല്ലോ, ഒരുപാട് വിശേഷങ്ങളുണ്ട് പറയാൻ, സ്കൂളിലത്തെയും പിന്നെ പോയിട്ട് വന്നതിൻ്റെയും എല്ലാം. ഞാൻ അതെല്ലാം കേട്ട് 2-3 ദിവസം അങ്ങനെയാണ് പോയി. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.